സിസേറിയൻ ഓപ്പറേഷൻ നടത്താൻ എലിസബത്ത് മെഷീനോട് പറയുന്നു. പക്ഷെ ആ പോഡ് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണെന്നും അതുകൊണ്ട് സിസേറിയൻ ചെയ്യാൻ കഴിയില്ലെന്ന് മെഷീൻ പറയുന്നു. ശേഷം ഒരു ഏലിയൻ ബോഡി എടുത്തു മാറ്റാനുള്ള ഓപ്പറേഷൻ സെറ്റ് ചെയ്യുന്നു. മെഷീൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മെഷീൻ എലിസബത്തിന് ചില അനസ്തെറ്റിക്സ് ഇഞ്ചക്ട് ചെയ്യുന്നു. പക്ഷെ അവളുടെ വേദന അതുകൊണ്ടൊന്നും കുറഞ്ഞില്ല. മെഷീന്റെ ഹാൻഡ് അവളുടെ വയർ കീറി മുറിച്ച് ആ ഏലിയൻ ബോഡി പുറത്തെടുക്കുന്നു. പല കൈകളുള്ള വേറെ ഏതോ ഏലിയന്റെ കുഞ്ഞായിരുന്നു അത്. ശരീരത്തിൽ നിന്നും പുറത്തെടുത്തതോടെ ആ ജീവി അതിന്റെ കൈകാലുകൾ ഇട്ടടിച്ച് മെഷീനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. മെഷീൻ അവളുടെ മുറിവ് പെട്ടെന്ന് കുത്തിക്കെട്ടാൻ തുടങ്ങി. ശേഷം അവൾ മെഷീനിൽ നിന്നും പുറത്തിറങ്ങി ഏലിയനെ അതിനുള്ളിൽ ട്രാപ്പ് ചെയ്യുന്നു. ശേഷം അനസ്തെറ്റിക്സ് ഉപയോഗിച്ച് അതിനെ മയക്കുന്നു. അതേസമയം ഷിപ്പിന് മുന്നിൽ എന്തോ നിൽക്കുന്നത് ജാനക് കാണുന്നു. ക്രൂ മെമ്പേഴ്സിലെ ഒരാൾ അതെന്താണെന്ന് നോക്കാൻ പോകുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ഫൈഫീൽഡ് ആയിരുന്നു. അയാൾ മുഖമെല്ലാം വികൃതമായി വല്ലാത്തൊരു രൂപത്തിൽ നിൽക്കുകയാണ്. അയാൾ ഷിപ്പിലെ എല്ലാവരെയും ആക്രമിക്കുന്നു. അതോടെ എല്ലാവരും ഫൈഫീൽഡിനെ തിരിച്ചാക്രമിക്കുന്നു. പക്ഷെ ബുള്ളറ്റിന് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല.